ഇന്ന് ഫുഡ് നൂഡിൽസിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു ബക്കറ്റ് ചിക്കനാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ലുക്സ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ബക്കറ്റാണ് വരയ്ക്കുന്നത് കേട്ടോ. സോ ജസ്റ്റ് ഗോണ ഡ്രോ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ്. ഓക്കെ, ഇങ്ങനെ. ആൻഡ് അവിടെ നിന്ന് ഈ ജസ്റ്റ് ബ്രിങ് അനദർ ഇവിടെ നിന്ന് ഉണ്ടോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വി ഹാവ് ഇങ്ങനെ താഴേക്കൊരു ലൈൻ വരയ്ക്കുക. ബക്കറ്റല്ലേ, പിന്നെ ഭയങ്കര സ്ലാൻഡിങ് ആവേണ്ട ആവശ്യമില്ല. ആൻഡ് ദെൻ ഇതൊന്ന് ഇതൊരു അമേരിക്കൻ സ്റ്റാറിലുള്ള ഞാൻ ദ റെഫറൻസസ് ലൈക്ക് ദാട്ടോ. സോ ഞാനിവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചു. ആൻഡ് ദെൻ ഞാനിങ്ങനെ ഫ്രീ ഹാൻഡിൽ ഗോണ ഡ്രോ ലൈൻസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ലെറ്റ്സ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ വരച്ചോളാം. ഇങ്ങനൊരു നമ്മൾ ക്ലൗഡൊക്കെ വരച്ചിരുന്നില്ലേ, അതുപോലെ നമ്മൾ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ആൻഡ് ദിസ് ഇസ് ഹൗ യു ഡ്രോ ദ ലെഗ്. ഓക്കെ, എന്നത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ കാണിക്കാൻ പോകുന്നു. ഇങ്ങനെ മുകൾ ഭാഗം മാത്രം കാണുന്നൊരു ചിക്കൻ ആയിരിക്കും. ആൻഡ് ഹിയർ യു ഹാവ് എ ഫുൾ ചിക്കൻ. സോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞാനൊന്ന് ലൈനാക്കി കൊടുത്തിട്ടുണ്ട് എൻഡ് ഭാഗം. എന്നിട്ട് ജസ്റ്റ് കൊണ്ട് ഡ്രോ 2 ലൈൻസ്. എന്നിട്ട് അതിന് രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരിക. മുകൾ ഭാഗം ചെറുതായി ഹാർട്ട് ഷേപ്പ് പോലെ ആക്കുക. സോ യു ഗെറ്റ് ഇറ്റ് ലെഗ് ഷേപ്പ് പോലെ. ഓക്കെ, ഇനി ഇവിടെ ഒരു ദിസ് ഇസ് ഹൗ ഇവിടെ ഒരു പീസ് ചിക്കൻ ഉണ്ട്. ആൻഡ് ഇവിടെ ലെഗ് ഉള്ളിലാണെന്ന് വിചാരിക്കും കണ്ടോ. സോ വി ഹാവ് എ ചിക്കൻ ബക്കറ്റ്. ഇനി ഇതിനെ കളർ ഫിൽ ചെയ്യാൻ നോക്കാം. പോർഷൻ നമ്മൾ ഈ ചിക്കൻ ശരിയാക്കാം. ചിക്കന് വേണ്ടി ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കും. ഈ ഒരു പോർഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ കളർ ഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് വിത്ത് യെല്ലോ. ഓക്കെ, യെല്ലോ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ പോപ്കോണിന് ചെയ്തതിൻ്റെ ഒരു സിമിലർ വേർഷനാണ് കേട്ടോ. എന്നാ ഇത്രയും നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൽ ഓറഞ്ചിൻ്റെ ഒരു ഡാർക്ക് ലൈറ്റ് ടോൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈറ്റ് ടോൺ എടുത്തിട്ട് ഞാൻ ഈ ത്രൂ ഔട്ട് ഈ ഞാൻ വരച്ച ചിക്കനില്ലേ അതിൻ്റെ ബോർഡേഴ്സിലൊക്കെ വരച്ചു കൊടുക്കും. അതായത് എത്ര സൈഡ് ഉണ്ടോ അത്രയും സൈഡ്സിൽ ഇങ്ങനെ. നടുവിൽ മാത്രമാണ് നമുക്ക് മറ്റേ നോർമൽ വാല യെല്ലോ കാണാൻ പറ്റും. റെസ്റ്റ് എല്ലാ ഭാഗത്തും ഈ ഒരു ഓറഞ്ച് ഈ യെല്ലോൻ്റെ മുകളിൽ കൂടെ കൊടുക്കണം.
അപ്പോൾ ചിക്കന് നല്ലൊരു ലുക്ക് ആൻഡ് ഫീലായി. ഇനി ഇത് ചിക്കൻ ആണെന്ന് തോന്നിക്കാൻ എന്താ ഇങ്ങനെ കുറച്ചൊരു റാ പോലെ നമ്മൾ ചിക്കൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുവിടുക. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഈ ലെഗിലും എന്താ ഇങ്ങനെ ഈ അറ്റത്ത് മാത്രം ഇതേ കേവ് പോലെ ഷേപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. താഴത്തോട്ട് കോർണേഴ്സിലൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബക്കറ്റിൻ്റെ ഈ ഒരു ഏരിയ ഇസ് ഗോണ ബി വൈറ്റ്, പ്യുവർ വൈറ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേറെ കളറൊന്നും കൊടുക്കാനില്ല. നെക്സ്റ്റ് ഈ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിൾ വാട്ട് എവർ വി ക്യാൻ കോൾ ഇറ്റ്, അതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് സ്റ്റാർസ് വരയ്ക്കാൻ പോകും. ഇങ്ങനെ കുറച്ച് സ്റ്റാർസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാർസിനൊക്കെ വൈറ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അവിടെയുള്ള പെൻസിലിൻ്റെ ഷെയ്ഡ്സൊക്കെ ഒന്ന് മാറ്റി, സോറി റെഡ് ആയിപ്പോയി. ഇനി ഇങ്ങനെ ടേക്ക് ബ്ലൂ എടുത്തിട്ട് ഇത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യും. ഇനി റെസ്റ്റ് ഓഫ് ദ പാർട്ടിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കേർവ് ചെയ്ത് കൊടുത്തു. നമുക്കിനി അഡീഷണൽ ലൈൻസ് ഉണ്ട്. ഇനി ഇതിൽ വരുന്ന ഈ പെൻസിലിൻ്റെ ഷെയ്ഡെല്ലാം കളയണം. ഇനി നമുക്ക് കൂടുതൽ റെഡാണ് കൊടുക്കാനുള്ളത്, വിച്ച് കംസ് ആസ് ഈ ഒരു ഏരിയാസിൽ. ഓൾട്ടർനേറ്റ് ആയിട്ടാട്ടോ കൊടുക്കുന്നത്. ഒരു റോ ഇസ് റെഡ് എന്നാണ്, ഇത് റോസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ബക്കറ്റ് ചിക്കൻ ഇസ് ആക്ച്വലി റെഡി. സോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. ഇറ്റ്സ് ഓൾ ബൈ.